കേരളം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നിർണായകമായ ഘട്ടത്തിലേക്ക് നീങ്ങവേ ഭരണത്തുടർച്ച ലക്ഷ്യമിടുന്ന LDF-നെയും CPM-നെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കി പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങൾ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പതിറ്റാണ്ടുകളോളം പാർട്ടിയുടെ ഉരുക്കുകോട്ടകളായിരുന്ന പലയിടങ്ങളിലും മുതിർന്ന നേതാക്കൾ പരസ്യമായി വിപ്ലവക്കൊടി ഉയർത്തുന്നത് CPM-ന്റെ സംഘടനാ സംവിധാനത്തിന് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ വിവിധ ദൃശ്യമാധ്യമങ്ങൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത ഭാഷയിൽ പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയത് രാഷ്ട്രീയ വൃത്തങ്ങളെ തന്നെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയുള്ള മരുമകൻ ആരോപണം മുതൽ മുതിർന്ന നേതാവ് G സുധാകരനെതിരെയുള്ള വഞ്ചകൻ വിളി വരെ നീളുന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വരാനിരിക്കുന്ന പോരാട്ടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നുണ്ട്. പാർട്ടിയുടെ നട്ടെല്ലായിരുന്ന നേതാക്കൾ തന്നെ തെരഞ്ഞെടുപ്പ് വേളയിൽ വഴി പിരിയുന്നത് ഭരണവിരുദ്ധ വികാരം എന്നതിലുപരി പാർട്ടിയിലെ ഉൾപോരുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആലപ്പുഴയിലെ CPM-ന്റെ അനിശ്ചിത മുഖമായിരുന്ന G സുധാകരനെതിരെ വഞ്ചകൻ എന്ന കടുപ്പമേറിയ വാക്പ്രയോഗമാണ് മുഖ്യമന്ത്രി നടത്തിയത്. സുധാകരന്റെ പാർട്ടി വിട്ടുള്ള നീക്കം ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകന് ഒരിക്കലും നിരക്കാത്തതാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സുധാകരനെ അനുനയിപ്പിക്കാൻ താൻ നേരിട്ട് 3 തവണ ഫോണിൽ വിളിച്ചിട്ടും അദ്ദേഹം അത് സ്വീകരിക്കാൻ തയ്യാറായില്ലെന്നും മുഖ്യമന്ത്രി വിളിച്ച വിവരം ജില്ലാ സെക്രട്ടറി വഴി അറിയിച്ചിട്ടും അത് കള്ളമാണെന്ന് സുധാകരൻ പ്രചരിപ്പിച്ചെന്നും പിണറായി വിജയൻ വെളിപ്പെടുത്തി. ഇത്തരം നീക്കങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചതാണെന്നും സ്ഥാനാർത്ഥി മോഹമാണ് ഈ പുറത്തുപോക്കുകൾക്ക് പിന്നിലെന്നും അദ്ദേഹം തുറന്നടിച്ചു. പ്രസ്ഥാനം വളർത്തിയെടുത്ത ഒരു നേതാവ് നിർണായക ഘട്ടത്തിൽ കാണിക്കുന്നത് വർഗവഞ്ചനയാണെന്നാണ് മുഖ്യമന്ത്രിയുടെ പക്ഷം. അമ്പലപ്പുഴയിൽ സ്വതന്ത്രമായി മത്സരിക്കാൻ ഒരുങ്ങുന്ന സുധാകരന് UDF പിന്തുണ നൽകിയേക്കുമെന്ന വാർത്തകൾ ആലപ്പുഴയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ ആകെ മാറ്റിമറിക്കുന്നതാണ്. ആലപ്പുഴയുടെ വികസന നായകൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന സുധാകരൻ ഇപ്പോൾ പാർട്ടിക്കെതിരെ തിരിഞ്ഞത് CPM-ന്റെ സംഘടനാ കരുത്തിന് തന്നെ വലിയ ആഘാതമായി മാറി. സമാനമായ രീതിയിൽ കാസർഗോഡ് ജില്ലയിൽ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ പാർട്ടിയുടെ ശക്തനായ നേതാവായിരുന്ന കുഞ്ഞികൃഷ്ണന്റെ വിട്ടുനിൽക്കലും വലിയ ചർച്ചയായിട്ടുണ്ട്. പയ്യന്നൂർ ഫണ്ട് വിവാദത്തിന് പിന്നാലെ പാർട്ടിയിൽ നിന്ന് അവഗണിക്കപ്പെട്ട കുഞ്ഞികൃഷ്ണൻ തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമല്ലാത്തത് പാർട്ടിയുടെ വോട്ട് ബാങ്കിനെ ബാധിക്കുമെന്ന ആശങ്കയും ശക്തമാണ്. കയ്യൂർ രക്തസാക്ഷികളുടെയും ചീമേനി പോരാട്ടങ്ങളുടെയും വീര്യമുള്ള മണ്ണിൽ പാർട്ടിക്കുള്ളിലെ ഈ ഭിന്നത വോട്ടെടുപ്പിൽ എപ്രകാരം പ്രതിഫലിക്കുമെന്ന ആശങ്ക പ്രവർത്തകർക്കിടയിലുമുണ്ട്. എന്നാൽ അച്ചടക്കത്തിന് മുൻഗണന നൽകുന്ന പ്രസ്ഥാനത്തിൽ വ്യക്തിപരമായ താൽപ്പര്യങ്ങൾക്കോ ഇണക്കങ്ങൾക്കോ സ്ഥാനമില്ലെന്നും പാർട്ടി തീരുമാനങ്ങൾ അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും മുഖ്യമന്ത്രി കർശനമായി ഓർമ്മിപ്പിക്കുന്നു. CC മുകുന്ദൻ, ഐഷ പോറ്റി തുടങ്ങിയ മുതിർന്ന നേതാക്കൾ പാർട്ടിയിൽ നിന്ന് അകന്നതിനെയും ചരിത്രത്തിലെ ഏറ്റവും വലിയ വർഗവഞ്ചനയായാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ശത്രുക്കൾക്ക് ആയുധം നൽകുന്ന തരത്തിലുള്ള ഇത്തരം നീക്കങ്ങൾ ജനങ്ങൾ തള്ളിക്കളയുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാകപ്പിഴകളും ഗ്രൂപ്പ് താൽപ്പര്യങ്ങളും പാർട്ടിയുടെ ഐക്യത്തെ ബാധിച്ചിരിക്കുന്നുവെന്ന ആക്ഷേപത്തെ മുഖ്യമന്ത്രി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയുള്ള മരുമകൻ ആരോപണങ്ങൾക്കും മുഖ്യമന്ത്രി കൃത്യമായ മറുപടി നൽകി. വകുപ്പ് വിഭജനം എന്നത് മുഖ്യമന്ത്രിയുടെ മാത്രം താല്പര്യമല്ലെന്നും മുന്നണിയിലെ വിവിധ കക്ഷികൾ ചേർന്ന് LDF ആണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. റിയാസ് തന്റെ മകളുടെ ഭർത്താവായതുകൊണ്ട് മാത്രം പൊതുപ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതില്ലെന്നും അദ്ദേഹത്തിന്റെ കഴിവിനെയും പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് മന്ത്രിസ്ഥാനം നൽകിയതെന്നും മുഖ്യമന്ത്രി പ്രതിരോധിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിലും വകുപ്പ് വിഭജനത്തിലും പ്രാദേശികവും രാഷ്ട്രീയവുമായ പ്രത്യേകതകൾ മാത്രമാണ് മാനദണ്ഡമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതേ ശൈലിയിൽ തന്നെ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി PK ശ്യാമള ടീച്ചർക്കെതിരെയുള്ള വിമർശനങ്ങളെയും അദ്ദേഹം നേരിട്ടു. MV ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ എന്നതിലുപരി ശ്യാമള ടീച്ചർക്ക് സ്വന്തമായ രാഷ്ട്രീയ വ്യക്തിത്വമുണ്ടെന്നും DYFI കാലം മുതൽ പാർട്ടിക്ക് സജീവമായ അവർക്ക് തദ്ദേശ ഭരണ രംഗത്ത് വലിയ അനുഭവ സമ്പത്തുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു സ്ത്രീക്ക് അർഹതപ്പെട്ട സീറ്റ് ആരുടെയെങ്കിലും ഭാര്യയാണെന്ന് പറഞ്ഞ് നിഷേധിക്കുന്നത് ശരിയല്ലെന്നും തളിപ്പറമ്പിൽ ശ്യാമള ടീച്ചറേക്കാൾ അർഹയായ മറ്റൊരു സ്ഥാനാർത്ഥി ഇല്ലെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. എന്നാൽ പാർട്ടിയിലെ ഒരു വിഭാഗം ഈ വാദത്തെ അംഗീകരിക്കുന്നില്ല എന്നത് തളിപ്പറമ്പിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ സങ്കീർണമാക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ A പത്മകുമാർ അടക്കമുള്ളവർക്കെതിരെ പാർട്ടി സ്വീകരിച്ച നടപടികളെക്കുറിച്ച് മുഖ്യമന്ത്രി വിശദീകരിച്ചു. കുറ്റപത്രം വന്ന ശേഷം കർശന നടപടികളിലേക്ക് കടക്കാനാണ് പാർട്ടി തീരുമാനം. നിലവിൽ അവരെ പാർട്ടി പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടെന്നും ബാക്കി കാര്യങ്ങൾ അതിന്റെ വഴിക്ക് നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശ് നടത്തിയ മുസ്ലിം ലീഗ് വിരുദ്ധ പരാമർശങ്ങൾ മുസ്ലിം സമുദായത്തിനെതിരെ അല്ലെന്നും അത് രാഷ്ട്രീയപരമായ ഒരു വിമർശനം മാത്രമാണെന്നും അദ്ദേഹം ന്യായീകരിച്ചു. വെള്ളാപ്പള്ളിയെ ഔദ്യോഗിക വാഹനത്തിൽ കയറ്റിയത് വലിയ രാഷ്ട്രീയ വിവാദമായെങ്കിലും അത് ഔദ്യോഗികമായ മര്യാദയുടെ ഭാഗം മാത്രമാണെന്ന നിലപാടാണ് മുഖ്യമന്ത്രി ആവർത്തിച്ചത്. മുസ്ലിം ലീഗിനെതിരെയുള്ള ഇത്തരം പരാമർശങ്ങൾ ഹിന്ദു വോട്ടുകളെ ഏകീകരിക്കാനുള്ള തന്ത്രമാണെന്ന പ്രതിപക്ഷ ആരോപണത്തെയും അദ്ദേഹം നിഷേധിച്ചു. മുൻ തെരഞ്ഞെടുപ്പിലെ ക്യാപ്റ്റൻ പ്രയോഗത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് സാഹചര്യത്തിനനുസരിച്ചുള്ള തന്ത്രങ്ങളാണ് ഓരോ തവണയും പാർട്ടി സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം മറുപടി നൽകി. ഇത്തവണയും പ്രചരണത്തിന് മുൻപന്തിയിൽ താൻ ഉണ്ടാകണമെന്നാണ് പാർട്ടി നിർദ്ദേശിച്ചിരിക്കുന്നത്.
കേരളം വലിയ മാറ്റത്തിന്റെ പാതയിലാണെന്നും ഇവിടെ ഒന്നും നടക്കില്ലെന്ന പഴയ ധാരണ മാറി പലതും നടക്കുമെന്ന ബോധ്യം ജനങ്ങൾക്കുണ്ടായെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും 13 സെന്റർ ഓഫ് എക്സലൻസുകൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ യുവാക്കൾ ലോകത്തെവിടെ മത്സരിക്കാൻ പ്രാപ്തരായി മാറുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് താൻ സ്വപ്നം കാണുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. സിറ്റിംഗ് MLA-മാർക്ക് ഇളവ് നൽകിയത് ആത്മവിശ്വാസമില്ലാത്തത് കൊണ്ടല്ലെന്നും മറിച്ച് ജനങ്ങളുടെ താല്പര്യം മാനിച്ചാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഭരണ തുടർച്ചയെന്ന ചരിത്ര നേട്ടത്തിലേക്ക് പാർട്ടിയെ നയിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറെടുക്കുമ്പോൾ സ്വന്തം കോട്ടകളിൽ നിന്നുള്ള ഈ വിള്ളലുകൾ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി തന്നെയാണ്. ജി സുധാകരനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ പരസ്യമായി മുഖ്യമന്ത്രിയെ തള്ളിപ്പറയുന്നതും സ്വതന്ത്രമായി മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതും അണികൾക്കിടയിൽ വലിയ തോതിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുമുണ്ട്. പിണറായി വിജയന്റെ 3ാം ഊഴം വിഫലമാകുമെന്ന് സുധാകരൻ പരസ്യമായി പ്രഖ്യാപിച്ചത് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ കൂടി പുതിയ മുഖമാണ്. എന്നാലേ വിമത നീക്കങ്ങളെ വർഗവഞ്ചന എന്ന് വിശേഷിപ്പിച്ച് അടിച്ചമർത്താനാണ് നേതൃത്വത്തിന്റെയും മുഖ്യമന്ത്രിയുടെയും നീക്കം. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും കേരള രാഷ്ട്രീയത്തിന്റെയും CPM-ന്റെയും ഭാവി. വികസന നേട്ടങ്ങളെയും സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയും ഉയർത്തിക്കാട്ടി ഈ ആഭ്യന്തര പ്രശ്നങ്ങളെ മറികടക്കാമെന്ന കണക്ക് കൂട്ടലിലാണ് മുഖ്യമന്ത്രിയും LDF നേതൃത്വവും. മുഖ്യമന്ത്രിയുടെ ഈ വെളിപ്പെടുത്തലുകളും വിമതരുടെ ശക്തമായ തിരിച്ചടികളും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നത് തീർച്ചയായും ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.